ഒരാഴ്ച മുമ്പ് അഖിൽ നായരുടെ ലൈഫിൽ നടന്ന സംഭവം എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെയും സംസാരിക്കുന്നില്ല. എല്ലാവരും അഖിൽ നായർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഒന്നിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ പുതിയതായിട്ട് ലൈഫ് തുടങ്ങാൻ നോക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടെങ്കിൽ അഖിലിന് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ചിലവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോലും അഖിലിനെ കുറ്റപ്പെടുത്താനും അഖിലിൻ്റെ ഈ ഒരു ലൈഫിൽ നടന്ന പ്രശ്നത്തിനെ എതിരെ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിലൊരാളാണ് നേരത്തെ ബിഗ് ബോസ് സീസണിലുണ്ടായിരുന്ന ഏഞ്ചലീൻ മറിയ എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പെൺകുട്ടി. ഇവരുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അഖിൽ എന്നാടി പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ഈ ഒരു ഏഞ്ചലിന് എന്തോ OCD എന്തോ ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് അന്നൊരു വീഡിയോ ഈ ഒരു അഖിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്ത വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഇതേ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഖിലിൻ്റെ വീഡിയോസൊക്കെ പണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു, പക്ഷേ എനിക്ക് ഇതേ കണക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അതിനെ വെച്ചുണ്ടെങ്കിൽ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു, ഭയങ്കര വിഷമവും എല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാരണം കുറേ നാളായിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത്. പക്ഷേ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കണക്കൊരു അനുഭവം നിനക്കുണ്ടാവും, അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ കണക്ക് നിൻ്റെ ലൈഫിലൊരു സംഭവം നടന്നു എന്ന് എനിക്ക് മനസ്സിലായി. സോ ഇതാണ് പറയുന്ന കർമ്മയുണ്ടെന്ന്, നീ അന്ന് ചെയ്തതിന് കിട്ടിയ ശിക്ഷയാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏഞ്ചലീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇത്ര ക്രൂരമായിട്ട് ഒരാൾക്ക് പോസ്റ്റൊക്കെ ഇടാൻ പറ്റും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഏഞ്ചലീനുണ്ടെങ്കിൽ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇവരുണ്ടെങ്കിൽ ആ വരുന്ന കമൻസിന് ചിലവർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ എന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തെല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഫേക്ക് IDയിൽ വന്ന് നെഗറ്റീവ് കമൻസ് ഇടാതെ പോയി അവൻ്റെ അടുത്ത് പറ, അവൻ ചെയ്തിട്ടുള്ള തെറ്റ് അത് മാപ്പ് ചോദിക്കാനും അന്നിട്ട ആ ഒരു വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഏഞ്ചലീൻ പറയുന്നത്.